അയോധ്യ പ്രശ്നം മുതൽ മോഹൻലാൽ വിവാദത്തിലാണ്. അയോധ്യയിലേക്ക് മോഹൻലാൽ പോയില്ല എന്ന് പറഞ്ഞിട്ടാണ് മോഹൻലാലിനെതിരെ പോയത്. പിന്നീട് എമ്പുരാൻ റിലീസ് ചെയ്തപ്പോൾ അത് രാജ്യദ്രോഹപരമായ കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞിട്ട് മോഹൻലാലിന് എതിരെ അന്നും പറഞ്ഞിരുന്നു മോഹൻലാലിൻ്റെ കേണൽ ക്യാപ്റ്റൻ പദവി ഇല്ലാതാക്കണമെന്ന്. മലയാളികളായ ചില മോഹൻലാലിനെ വെച്ച് പടം ചെയ്തവർ പോലും പറഞ്ഞു. പിന്നെ അത് അടയും മോഹൻലാലിനും സംഭവിച്ചില്ല. അതേ സ്ഥാനത്ത് അതിന് സംവിധായകനായ പൃഥ്വിരാജിനെതിരെയായിരുന്നു ആരോപണം ഉണ്ടായിരുന്നത്. ഇപ്പോഴിതാ മോഹൻലാലിനെ കുറിച്ച് വീണ്ടും ഒരു ആരോപണം, അതായത് RSSൻ്റെ മുഖപത്രമായ ഓർഗനൈസറിൽ എഴുതിയിരിക്കുന്നു. എന്താണ് എഴുതിയിരിക്കുന്നത്? ഫിലിം പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോഹൻലാൽ ഈയിടെ ഷാർജയിൽ ചെന്ന് മാധ്യമത്തിൻ്റെ എക്സ്പോ നടക്കുന്ന മാധ്യമത്തിൻ്റെ ഒരു അവാർഡ് സ്വീകരിച്ചു. അതാണ് തെറ്റുപറ്റിയത്. മാധ്യമത്തിൻ്റെ അവാർഡ് സ്വീകരിച്ചു എന്ന് വെച്ചാൽ അതൊരു തീവ്രവാദ സംഘടന ആയതുകൊണ്ട് അത്തരം സംഘടനകളുടെ അവാർഡ് സ്വീകരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാണ് ഈ പത്രം എഴുതിയിരുന്നത്. അതേ സ്ഥാനത്ത് ഈ പത്രം നിയമവിരുദ്ധമാണെങ്കിൽ നിരോധിക്കാമായിരുന്നു. ഇത് നിരോധിച്ചിട്ടുമില്ല. ഇങ്ങനെ ബഹളമുണ്ടാക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ അത് അവർ പിൻവലിക്കുകയും ചെയ്തു. അപ്പം നമ്മൾ ആലോചിച്ചത് എന്താ, മോഹൻലാൽ ശക്തമായ, അതായത് RSS പോലെയുള്ള സംഘടന, RSSൻ്റെ വലിയ മുഖപത്രമാണ് ഓർഗനൈസർ, അവർ പോലും എഴുതിയ ഈ ലേഖനം പിൻവലിക്കണമെങ്കിൽ മോഹൻലാൽ എത്ര കണ്ട് ശക്തനായിരിക്കണം, സ്വാധീനമുള്ളവരായിരിക്കണം എന്ന് ആലോചിച്ചു പോയി. വെറുതെ ആലോചിച്ചതല്ല. നമ്മൾ അതിൻ്റെ പുറകിലേക്ക് പോയപ്പോൾ മോഹൻലാൽ ഈ ചിരിച്ചും കളിച്ചും നടക്കണമെങ്കിലും മോഹൻലാൽ അതിശക്തനാണ്. എങ്ങനെ? അങ്ങനെ അന്വേഷിച്ച് ചെന്നപ്പോഴാണ് നമുക്ക് വേറൊരു കാര്യം പിടികിട്ടിയത്. മോഹൻലാലിൻ്റെ വിശ്വശാന്തി ഫൗണ്ടേഷൻ. ആ വിശ്വശാന്തി ഫൗണ്ടേഷൻ വളരെ നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ആരൊക്കെയാണ് വിശ്വശാന്തി ഫൗണ്ടേഷൻ ഉള്ളത്? അണ്ടനും അടകൊള്ളൊന്നുമല്ല. RSSൻ്റെയും BJPയുടെയും വലിയ വലിയ ശക്തരായ നേതാക്കന്മാർ അതിൻ്റെ പുറകിലുണ്ട്. അതിൽ മെമ്പർമാരാണ്, ബോർഡ് മെമ്പർമാരാണ്, എല്ലാവിധം ആൾക്കാരും ഉണ്ട്. അവരൊക്കെ തമ്പടിച്ചിരിക്കുന്ന ഈ കൂടാരത്തിലാണ് മോഹൻലാലുമുള്ളത്. അങ്ങനെയുള്ളവർ ഇരിക്കുമ്പോൾ മോഹൻലാലിന് പോറലേൽക്കാതെ സംരക്ഷിക്കേണ്ടത് ആരുടെ ചുമതലയാണ്? അതല്ലേ ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. അപ്പം മോഹൻലാലിന് ഒരു ചുക്കും സംഭവിക്കില്ല എന്ന് പറയാൻ കാരണം മോഹൻലാൽ തെറ്റൊന്നും ചെയ്തിട്ടില്ല. മോഹൻലാൽ ഇവിടെ ഏത് രാഷ്ട്രീയ പാർട്ടി മുമ്പ് ഇവിടെ കൈലടിയുടെ ചെയർമാനായിരിക്കാം മോഹൻലാലിനെ വിളിച്ചിട്ടുള്ളത്. മോഹൻലാൽ അന്ന് നോ പറഞ്ഞു, ചിരിച്ച് കളിച്ചു തന്നു. അതേ സ്ഥാനത്ത് എല്ലാ പരിപാടിക്ക് വിളിച്ചാലും മോഹൻലാൽ സഹകരിക്കാറുണ്ട്. മോഹൻലാലിൻ്റെ BJPയുടെ ചാനലിൽ വിളിച്ചിട്ടുണ്ട്, മോഹൻലാൽ അവിടെയും പോയില്ല. എന്നാൽ പ്രോഗ്രാം എല്ലാം ചെയ്യും, എല്ലാവരും സഹായിക്കുകയും ചെയ്യും. മോഹൻലാൽ ആരാണ്? BJPക്കാരനായാണോ, CPMകാരനാണോ, ഇടതുപക്ഷക്കാരനാണോ, കോൺഗ്രസ്സുകാരനാണോ എന്നൊക്കെ പലരും ചോദിച്ച് ചർച്ച ചെയ്യുമെങ്കിലും മോഹൻലാൽ ഇതുവരെ പിടികൊടുത്തിട്ടില്ല. മോഹൻലാൽ പിടികൊടുത്തിട്ടില്ലെങ്കിലും മോഹൻലാൽ പൂർവ്വകാല ചരിത്രത്തിൽ മോഹൻലാൽ SFIക്കാരനായിരുന്നു എന്ന് പറഞ്ഞ് സന്തോഷിക്കുന്നവരുണ്ട്. മോഹൻലാൽ എല്ലാമാണ്. മോഹൻലാൽ എല്ലാവർക്കും വേണം. കാരണം മോഹൻലാലിൻ്റെ സിനിമകൾ കാണേണ്ടത് ഈ രാജ്യത്തെ എല്ലാവരുമാണ്, ഒരു പ്രത്യേക വിഭാഗം മാത്രമല്ല, പ്രത്യേക വിഭാഗം വേണ്ടിയല്ല. അപ്പോൾ ഒരു കലാകാരൻ സ്വതന്ത്രനായി നിൽക്കണമെന്നുള്ള പക്ഷത്താണ് മോഹൻലാൽ അന്നും ഇന്നും നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എന്തെല്ലാം പ്രോബ്ലംസ് ഉണ്ടായാലും മോഹൻലാൽ രക്ഷപ്പെട്ടു പോകുന്നത്. ഇപ്പോൾ പലരും വിചാരിച്ചു ഓർഗനൈസറിൽ ഇങ്ങനെ ഒരു ലേഖനം വന്നപ്പോൾ അത് മോഹൻലാലിൻ്റെ ലഫ്റ്റനന്റ് കേണൽ പദവി നഷ്ടപ്പെടുത്തണമെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ തുമ്മിയാൽ തെറിക്കുന്ന മൂക്ക് പോലെ തോന്നി ചിലരൊക്കെ വിചാരിച്ച് ദാ കിടക്കുന്നു ആ പദവി. മുമ്പ് ഇവിടെ ഒരു പ്രശസ്ത മലയാള സംവിധായകൻ എങ്ങനെ പറഞ്ഞതാണ് ഇത് നഷ്ടപ്പെടുമെന്ന്. അത് മോഹൻലാലിനെ വെച്ച് അത് 3 ഈ സൈന്യത്തിൻ്റെതായിട്ടുള്ള സിനിമ ചെയ്ത സംവിധായകൻ ആലോചിക്കണം. അവസാനം അയാളും കാലുമാറി. അയ്യോ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് കാലുമാറി. അപ്പോൾ കാലുമാറേണ്ട അവസരം പോലും അങ്ങനെ പലർക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് മോഹൻലാൽ ഇവിടെയുള്ളത്. മോഹൻലാലിനെ സംബന്ധിച്ച് കാര്യങ്ങളെല്ലാം ചിരിയിലൊതുക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴും മുന്നിലുള്ള ഗർത്തങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടറിയാം. പിന്നിൽ നിന്ന് കുത്താൻ വരുന്നവരെക്കുറിച്ച് പോലും മോഹൻലാലിന് കാണാൻ കഴിയുമെന്നുള്ളതാണ്. സാധാരണ നേർക്ക് നേർ വരുമ്പോൾ, അറ്റാക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ എതിരാളി ആരാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്.
പുറകിൽ നിന്ന് ഏത് കൊച്ചുകുട്ടിക്കും ഒരാളെ കുത്തി വീഴ്ത്താൻ പറ്റും, നമുക്ക് കാണാൻ കഴിയണമെന്നില്ല. മോഹൻലാലിന് അങ്ങനെയില്ല. പിന്നിൽ നിന്ന് കുത്താൻ വരുന്നവരുടെ കാണാനുള്ള ശക്തി ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് മോഹൻലാൽ വീഴാതിരിക്കുന്നത്. പലർക്കും തോന്നും ലാലിപ്പോൾ വീഴും മോനെ ലീലും മേനെ എന്നുള്ളത്. ഇല്ലേ, ലാലിന് ഒരു പരാതിയില്ല, ഒരു പരിഭവമില്ല. മോഹൻലാൽ ഇങ്ങനെ തൻ്റെ വഴിയിലൂടെ സജീവമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പലരും ചോദിക്കുന്നത് എന്താ, ഈ ലാലിന് ആ അവാർഡ് വാങ്ങൽ ഷാർജയിൽ പോയി അതൊന്നും വേണ്ടെന്ന് വെക്കാമായിരുന്നില്ലേ? എന്തിനു വേണ്ടെന്ന് വെക്കണം? എന്തിനാണ് വേണ്ട? ഒരു കലാകാരന് കിട്ടുന്ന അംഗീകാരം എന്തിനു വേണ്ടെന്ന് വെക്കണം? മാധ്യമം എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രശസ്തമായ വാരികയുണ്ട്, അവർക്ക് ഒരു ചാനലുണ്ട്, ഇവിടെ എല്ലാം ഉള്ളതാണ് ശരിക്കും ഇപ്പോൾ ഉള്ളവർ. അത് ഗവൺമെൻറ് നിരോധിച്ചിട്ടില്ല, ഇവിടെ ഒന്നും കണ്ടുകെട്ടിയിട്ടില്ല. ഇവിടെ മിക്ക രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ഇവിടെ പത്രമുണ്ട്, ചാനലുണ്ട്. BJPക്ക് പത്രമുണ്ട്, ചാനലുണ്ട്. CPMന് പത്രമുണ്ട്, ചാനലുണ്ട്. കോൺഗ്രസ്സിന് പത്രമുണ്ട്, ചാനലുണ്ട്. അങ്ങനെ പലർക്കുമുണ്ട്. ചെറുകിട പാർട്ടികൾക്ക് മാത്രമേ ഈ ചാനൽ ഇല്ലാതുള്ളൂ. പിന്നെ വ്യക്തിപരമായിട്ട് വലിയ വലിയ വമ്പന്മാർ വ്യവസായികൾക്ക് ഇവിടെ ചാനലുണ്ട്. അതങ്ങനെ 1, 2, 3, 4 നടക്കുന്നുണ്ട്. രാജ്യത്തിൻ്റെ പ്രധാന പ്രശ്നങ്ങൾ പറയാതിരിക്കാൻ വേണ്ടി ഒളിപ്പിച്ചിരിക്കാനുള്ള എല്ലാ അജണ്ടകളുമുള്ള ചാനലുകളും ഇവിടെ ഉണ്ട്, അല്ലേ? അപ്പം അങ്ങനെ പലരും താമസിക്കുന്ന, പലരും വിരാജിക്കുന്ന, പലരും രാജാക്കന്മാരായി സ്വയം വിലസുന്ന നാട്ടിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഒരു മഹാനടനെ പേടിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഒടിഞ്ഞു പോകുന്നത് ഈ പറയുന്നവരുടെ മുനകളാണെന്ന് ആലോചിക്കണം. ആ മുനകൾ ഒടിയാതെ നോക്കുക. കലാകാരന് വ്യക്തമായ രാഷ്ട്രീയം ഉണ്ടായിരിക്കണം. അത് അയാളുടെ വ്യക്തിപരമായ കാര്യമാണ്. പക്ഷേ അത് അയാളുടെ കലാസൃഷ്ടിയിൽ കാണിക്കാറില്ല. ഈ സിനിമ ഇപ്പോൾ ഏറ്റവും പുതിയ സിനിമ തുടരും വിജയിക്കുന്നത് എന്താ? ഇവിടെ ഒരു വിഭാഗം ആൾക്കാർ മാത്രം കണ്ടിട്ടാണോ? അതിലെല്ലാ വിഭാഗക്കാരുണ്ട്. അതിൽ വിപ്ലവകാരികളുണ്ട്, സമാധാനപ്രിയമുള്ളവരുണ്ട്, പാർട്ടിക്കാരുണ്ട്, എല്ലാവിധ ആൾക്കാരുണ്ട് എന്നാലോചിക്കണം. അവിടെ ഏക മനസ്സോടെയാണ് കുടുംബസമേതം പോയി അവർ സിനിമ കാണുന്നത്. ആ ഏക മനസ്സിനെ പിടിച്ചിരുത്താൻ കഴിവുള്ളൊരു കലാകാരനെ എങ്ങനെ ഇല്ലാതാക്കാൻ കഴിയും? അത് ഈ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർ ഓർക്കുന്നത് നല്ലതാണ്. നമ്മുടെ നേതൃത്വപരമായ പദവികളെല്ലാം അത് മാന്യമായി വിനിയോഗിക്കുമ്പോഴാണ്. ഒരു വാക്കെഴുതൽ, ഞാനിപ്പോഴും പറയുന്നത്, ഓർഗനൈസർ പോലുള്ളൊരു പത്രം ഇത്ര ശക്തമായി എഴുതിയാൽ അത് ഉറച്ചു നിൽക്കണം, തീരുമാനങ്ങൾ എടുക്കുകയല്ലേ വേണ്ടിയിരുന്നത്. അവർക്ക് പോലും പിന്തിരിയേണ്ടി വന്നെങ്കിൽ, ആ കൊടുത്ത വാർത്ത അവർക്ക് പോലും പിൻവലിക്കണമെങ്കിൽ മോഹൻലാലിൻ്റെ ശക്തിയും പ്രശസ്തിയും പ്രസക്തിയും എന്താണെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കണ്ടേ? അത് മനസ്സിലാക്കാത്തവർ ഏത് ലോകത്ത് ജീവിക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല. അതൊരു സ്വയം വിമർശനമായി നിങ്ങൾ എടുക്കുക.